എല്ലാ സുഹൃത്തുക്കൾക്കും ലൈഫ് വിഷനിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നിങ്ങളുമായി ഞാൻ പറയുന്ന ഒരു പ്രധാന കാര്യം മാതാപിതാക്കളുടെ ശ്രദ്ധയ്ക്ക് വേണ്ടിയാണ്. നാം ഇന്നത്തെ ലോകത്തിൻ്റെ ഗതി വെച്ച് നോക്കുമ്പോൾ അശാന്തിയുടെ ദിനങ്ങളാണ് നമുക്ക് ഓരോ ദിവസവും കാണാൻ സാധിക്കുന്നത്. ഏറ്റവും പ്രധാനമായി ചിന്തിക്കേണ്ടത് മാതാപിതാക്കളാണ്. അവർ അവരുടെ കുഞ്ഞുങ്ങളെ ഉപരിപഠനത്തിനായി കിടപ്പാടമൊക്കെ പണയം വെച്ച് ലോണെടുത്ത് പല രാജ്യങ്ങളിലും വിദ്യാഭ്യാസത്തിനായി അയക്കാറുണ്ട്. ഇവരിൽ ഏറിയ പങ്കും അവിടുത്തെ യാഥാർത്ഥ്യങ്ങളെക്കുറിച്ച് അറിയാതെയാണ് തങ്ങളുടെ മക്കളെ അങ്ങടേക്ക് അയക്കുന്നത്. ഇവർക്ക് ആകെ കിട്ടുന്ന വിവരം ഇവിടുത്തെ ലോക്കൽ ഏജൻറ്റുമാരിൽ നിന്നാണ് വിവരം കിട്ടുന്നത്. അവർ വളരെ വ്യത്യസ്തമായ രീതിയിൽ ആൾക്കാരെ പറഞ്ഞ് വിശ്വസിപ്പിച്ച് കുട്ടികളെ പുറം രാജ്യങ്ങളിൽ അയക്കുമ്പോൾ അവർക്ക് അവരുടെ കമ്മീഷൻ കോളേജിൽ നിന്ന് നേരിട്ടങ്ങ് ലഭിക്കുന്നു. അവിടെ പോയി സംഭവിക്കുന്നത് എന്താണെന്ന് മാതാപിതാക്കൾ അറിയുന്നില്ല. ഒരു ചില കുട്ടികൾ ആ സത്യങ്ങളെ മാതാപിതാക്കൾ വിഷമിക്കും എന്നത് കാരണം അറിയിക്കാറുമില്ല. ഇവരിൽ പലരും അവിടെ പോയി വളരെയധികം ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യത്തിലാണ് കഴിയുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് UK, കാനഡ, ഓസ്ട്രേലിയ, അമേരിക്ക ഇങ്ങനെയുള്ള പല രാജ്യങ്ങളിലും. ജർമ്മനിയിൽ അത്ര കണ്ടില്ല. എന്നാൽ ഇവരവിടെ എത്തപ്പെടുമ്പോൾ ഇവരുടെ ആദ്യത്തെ ഒരു സെമസ്റ്ററിലെ രണ്ടാമത്തെ സെമസ്റ്ററിൻ്റെയൊക്കെ ഫീസുകൾ മുൻകൂറായി വാങ്ങിയിരിക്കും. അങ്ങനെയാണ് അവർ വിസ ഇഷ്യൂ ചെയ്യുന്ന സ്റ്റുഡൻറ്റ് വിസ കൊടുക്കുന്നത്. ഇപ്പോൾ അവരവിടെ ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് പാർട്ട് ടൈം ജോലി ചെയ്യാം, ഇങ്ങനെയുള്ള പല മോഹന വാഗ്ദാനങ്ങളും നൽകി അവിടെ ചെന്ന് അവർക്ക് ഫീസ് അടയ്ക്കാനുള്ള പേയ്മെൻറ്റ് അവിടെ കിട്ടും, അവരുടെ ചിലവിനുള്ള പേയ്മെൻറ്റ് കിട്ടും, എടുക്കുന്ന ലോൺ റീപേയ്മെൻറ്റ് ചെയ്യാനുള്ള ഇങ്ങനെയൊക്കെ പറഞ്ഞ് അവരങ്ങോട്ട് പോകും. ഏതാണ്ട് അവിടെ ചെന്ന് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വാസ്തവമാണ്. എന്നാൽ അതിപ്പോൾ നടക്കുന്ന കാര്യങ്ങൾ ഏതാണ്ട് ഒരു 7-8 വർഷം മുമ്പ് നടന്നതായിരുന്നു. 5 വർഷത്തിന് മുമ്പേക്ക് ഏതാണ്ട് ശരിയായിരുന്നു. എന്നാൽ കാലങ്ങൾ മാറുമ്പോൾ അവിടങ്ങളിലും പല മാറ്റങ്ങളുണ്ടായി. കാരണം ഈ സ്റ്റുഡൻസിൻ്റെ ഇടിച്ചു കയറ്റവും മറ്റും കാരണം അവിടുത്തെ കോസ്റ്റ് ഓഫ് ലിവിങ് ഒത്തിരി കൂടി, അക്കോമഡേഷൻ ഒത്തിരി കൂടി, ഇങ്ങനെ പല രീതിയിലും. അപ്പോൾ ഇവർ വിചാരിക്കുന്ന ഒരു പാർട്ട് ടൈം പോലും കിട്ടാത്ത സാഹചര്യം എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇനി പാർട്ട് ടൈം കിട്ടിയാൽ തന്നെയും പ്രതീക്ഷിച്ച രീതിയിലുള്ള വരുമാനവും ഉണ്ടാകില്ല. അപ്പോൾ പലർക്കും അവരുടെ കോളേജ് ഫീസ് അടയ്ക്കാൻ സാധിക്കാത്ത ഒരവസരം ഉണ്ടാകുകയും പഠിക്കാനും സാധിക്കുന്നില്ല. എന്നാൽ കോളേജിലെ ഫീസ് അടച്ചില്ലെങ്കിൽ അവർ വിസ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കാനുള്ള ഒരു സംവിധാനവും അവർ ചെയ്യില്ല. അവസാനം അവർ ഓവർ സ്റ്റേ ആകുന്നു, അവർ ഇല്ലീഗലായി അവിടെ നിൽക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഒന്ന് ചിന്തിച്ച് നോക്കുക. കിടപ്പാടം പണയം വെച്ച് ഏജൻറ്റ് മോഹന വാഗ്ദാനങ്ങൾ കേട്ട് അയച്ചു കഴിഞ്ഞാൽ സ്വന്തം കുഞ്ഞിന് ശരി നേരത്തെ ആഹാരം കഴിക്കാനോ കിടപ്പാടമില്ലാതെയോ വീട്ടിൽ ലോൺ അടയ്ക്കാനോ സാധിക്കാത്തൊരവസ്ഥയിൽ എത്തുമ്പോൾ ആ കുട്ടികൾ എത്ര കണ്ട് ബുദ്ധിമുട്ടുന്നതെന്ന് നമുക്കൊന്ന് ചിന്തിക്കാനറിയാം. പ്രധാനമായും മാതാപിതാക്കൾ ശരിക്കും ചിന്തിക്കേണ്ടതാണ്. അതുകൊണ്ട് കഴിവതും ഇനിയെങ്കിലും കുട്ടികളെ പുറത്ത് ഹയർ സ്റ്റഡിക്ക് അയക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ചിലവെല്ലാം നിർവഹിക്കാനുള്ള കഴിവുണ്ടെങ്കിൽ മാത്രം വിടുക.
അല്ലാതെ ലോൺ എടുത്ത് അവിടെ ചെന്ന് ബാക്കി കാര്യങ്ങൾ എല്ലാം ശരിയായിക്കൊള്ളും എന്നുള്ളൊരു ധാരണയിൽ കുട്ടികളെ അയക്കരുത്. ശരിക്കും പറഞ്ഞാൽ ഞാൻ പല രാജ്യങ്ങളിൽ പോയിട്ടുണ്ടെങ്കിലും നമുക്ക് ഏറ്റവും നല്ലൊരു രാജ്യമെന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യ തന്നെയാണ്. പല ജാതിക്കാരും പല ഭാഷക്കാരും പല പാർട്ടിക്കാരും പല മിനിസ്റ്ററും ഒക്കെ ഉണ്ടെങ്കിൽ തന്നെയും നമ്മുടെ ഇവിടെ ഉള്ളൊരു സുരക്ഷിതം അവിടെ ഉണ്ടാകാറില്ല. നമുക്കിപ്പോൾ തന്നെ അറിയാം, ഈ ലോകം മൊത്തം അശാന്തിയുടെ ദിനങ്ങളായിട്ടാണ് നമുക്ക് അനുഭവപ്പെടുന്നത്. യുദ്ധം എല്ലാ ഭാഗത്തും യുദ്ധഭീതിയാണ്. എന്തിനു വേണ്ടി കഷ്ടിച്ച് നമ്മുടെ അയൽ രാജ്യമായ UAE വരെ ഇപ്പോൾ ഒരു യുദ്ധഭീഷണിയിലാണ്. സമാധാന കരാർ എല്ലാം ഉണ്ടായി. ഇന്നലെ ട്രംപ് അതിനെയെല്ലാം ക്യാൻസൽ ചെയ്തു. അവിടെ ഡ്രോൺ ആക്രമണം അതും ഇതൊക്കെ തുടങ്ങിയതായിട്ടാണ് അറിയുന്നത്. ഇപ്പോൾ അതിൻ്റെ ഫലമായി ഇപ്പോൾ സംഭവിക്കുന്നത് ഖത്തറിലും ബഹ്റൈനിലും കുവൈറ്റിലുമൊക്കെ ഇറാൻ്റെ ഡ്രോൺ ആക്രമണങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു എന്ന വാർത്തയാണ് കേൾക്കുന്നത്. നമുക്ക് അവിടെയുള്ള വാർത്തകൾ ശരിയായിട്ട് ഇവിടെ കിട്ടാൻ വഴിയില്ല, കാരണം അതിനൊത്തിരി റെസ്ട്രിക്ഷൻസ് ഉണ്ട്. എന്നാൽ അവിടെ സംഭവിക്കുന്നത് നമ്മുടെ അടുത്ത രാജ്യമാണ്. എപ്പോഴും സമാധാനം ഉള്ള ഒരു രാജ്യമായിട്ട് നമുക്ക് തോന്നി. ആ രാജ്യം ഇപ്പോൾ അശാന്തിയിലായിപ്പോയി. അവിടെ വർക്ക് ചെയ്യുന്ന ഒരു സാമാന്യം തെറ്റില്ലാത്ത ഇടത്തരം ശമ്പളമൊക്കെ വാങ്ങുന്ന പലരും അവിടെയൊക്കെ ഫ്ലാറ്റ് വാങ്ങി അവിടെ തന്നെ സെറ്റിലായുള്ള ഒരു രീതിയിലാണ് അവർ ജീവിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇപ്പോൾ അവരും ഒരു ഭീതിയിലാണ്. കാരണം നാളെ എന്താകുമെന്ന് നമുക്കറിയില്ല. കാരണം ഈ ഗൾഫ് രാജ്യങ്ങളെന്ന് പറയുന്നത് അവർ യുദ്ധത്തിൽ പ്രഗത്ഭരല്ല, മറിച്ച് ഇറാൻ ഒരു വിഭിന്ന രാജ്യമാണ്. അവർ യുദ്ധപതിയന്മാരാണ്. അവർക്ക് യുദ്ധം ചെയ്ത് നല്ല പരിചയമുണ്ട്. അവർ ഏതും സഹിക്കാൻ മടിയുള്ളവരുമല്ല. എന്നാൽ UAE സംബന്ധിച്ച് പുറത്തുള്ള ഒത്തിരി അന്താരാഷ്ട്ര കമ്പനികൾ അവിടെ വന്ന് എസ്റ്റാബ്ലിഷ് ചെയ്ത് അവിടെ അവരൊരു കേന്ദ്രമാക്കി മാറ്റാൻ കാരണം അവിടുത്തെ സമാധാന അന്തരീക്ഷവും അവിടുത്തെ ഭരണഘടനയും കൊണ്ട് മാത്രമാണ്. എന്നാൽ അവിടവും ഇപ്പോൾ സമാധാനത്തിൻ്റെ ഭീഷണിയല്ല, മറിച്ച് യുദ്ധഭീഷണിയാണ് ഇപ്പോൾ അവിടെ നിലനിൽക്കുന്നത്. ബുദ്ധിമുട്ടുണ്ട്. ലക്ഷം ജനങ്ങൾ ഇന്ത്യൻസ് വർക്ക് ചെയ്യുന്ന ഒരു ഏരിയയാണ് മിഡിൽ ഈസ്റ്റ്. അതിന് നമുക്കൊത്തിരി ദുഃഖങ്ങളുണ്ട്. ഏതെങ്കിലും നമ്മുടെ ഒരു 5 വീടെടുത്താൽ ഒരു വീട്ടിൽ നിന്ന് ആരെങ്കിലും ഒരാൾ ഗൾഫിൽ ഉണ്ടാകുന്നുണ്ട്. അതാണ് നമ്മുടെ ഗൾഫുമായിട്ടുള്ള ബന്ധം. ആയതുകൊണ്ട് ഞാൻ എല്ലാ സുഹൃത്തുക്കളോടും മാതാപിതാക്കളോടും ഒരിക്കൽ കൂടി പറയുന്നു, കുട്ടികളെ പുറത്ത് ലോൺ എടുത്ത് നീണ്ട ബാങ്ക് ലോണുമൊക്കെ എടുത്ത് പഠിപ്പിക്കാൻ അയക്കുമ്പോൾ ശരിക്കൊന്ന് ചിന്തിക്കുക. 100 വട്ടം ആലോചിച്ച് തീരുമാനമെടുത്ത് കുട്ടികളെ പഠിക്കാൻ വിടുക. ഇന്ത്യയിൽ വിദ്യാഭ്യാസ സൗകര്യങ്ങളുണ്ട്. പരിമിതമായ സൗകര്യങ്ങളാണെങ്കിലും ഇവിടെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത്ര കൊണ്ട് ഭീമമായ ലോൺ എടുക്കേണ്ടി വരുന്നില്ല. സാഹചര്യങ്ങൾക്ക് അനുസരണമായി ഉള്ള കോഴ്സുകൾ തിരഞ്ഞെടുക്കാനും ചിലവുകൾ നിയന്ത്രിച്ചും അവർക്ക് പഠിക്കാൻ സാധിക്കും. ഇന്ത്യ മോശമായ രാജ്യമല്ല. ഇനി വരും കാലങ്ങളിൽ ഇന്ത്യ എന്നുള്ള രാജ്യം 100% ഈ ലോകരാജ്യങ്ങളുടെ മുന്നിൽ നിൽക്കുന്നതായിരിക്കും. സോ വീണ്ടും പറയുന്നു, പ്രധാനമായും മാതാപിതാക്കളോട് കുഞ്ഞുങ്ങളെ ഹയർ സ്റ്റഡിക്ക് അയക്കുമ്പോൾ നല്ല രീതിയിൽ ആലോചിച്ച് ഓരോന്നും ചെയ്യുക. നാം ഓരോ ദിവസവും നമുക്ക് കിട്ടുന്ന വാർത്തകൾ അത്ര ശുഭകരമല്ല. യൂറോപ്പ് വളരെ മോശമാണ്. അതിലേറ്റവും കൂടുതൽ മോശമായൊരു സാഹചര്യത്തിലാണ് UK ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അവിടെ വംശീയ കലാപവും മറ്റു പല അനർത്ഥങ്ങളുള്ള കാരണം അവിടെ ശരിക്ക് ജോലിക്ക് പോകാൻ തന്നെ കഴിയാത്തൊരു സാഹചര്യമാണ്. ജോലി സാധ്യതയും കുറവാണ്. കോസ്റ്റ് ഓഫ് ലിവിങ് കൂടുതലാണ്. അങ്ങനെ പല രീതിയിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുകയാണ്. അവിടെ നിന്ന് അപ്രതീക്ഷിതമായി അവിടെയുള്ള തിരിച്ച് ഇന്ത്യയിലേക്ക് മടങ്ങേണ്ട ഒരു സാഹചര്യത്തിൽ എത്തി നിൽക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് വീണ്ടും അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് എത്തപ്പെടാതിരിക്കാൻ ശ്രമിച്ചാൽ
എല്ലാവരും ഇതൊന്ന് ചിന്തിച്ച് മുമ്പോട്ട് പോയാൽ നമുക്ക് കൂടുതൽ ദുഃഖിക്കേണ്ടി വരില്ല. ഇതൊരു പ്രധാന വിവരങ്ങളാണ്, നിങ്ങളെപ്പോഴും മനസ്സിൽ വയ്ക്കുക. ശാഠ്യം പിടിക്കുന്ന കുട്ടികൾ എനിക്ക് പുറത്തുപോയി പഠിക്കണം, ആ കുട്ടികളോട് സൗമ്യമായി കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക. കാണാം വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ. ഞാൻ GK തുമ്പക്കാരൻ. താങ്ക് യു.